ഇന്ത്യയിൽ നിന്നും പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് തൊഴിലിനായി കടൽ താണ്ടി എത്തിയതു മുതൽ തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. പ്രത്യേകിച്ച് യുഎയുമായുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടർന്നു വരുന്ന പല പ്രശ്നങ്ങളും അതിന് പിന്നാലെ നടക്കുന്ന അന്വേഷണങ്ങളും ഈ ബന്ധത്തെ സാരമായി ബാധിക്കുന്ന വിധത്തിലാണ് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒട്ടാകെ ഞെട്ടിച്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്ന നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ഇന്ത്യ യുഎക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. കോൺസുലേറ്റിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതികളാക്കാനുള്ള കസ്റ്റംസ് നീക്കത്തിന്റെ ഭാഗമായാണ് യുഎ എംബസിക്ക് വിദേശകാര്യ മന്ത്രാലയം നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. യുഎയുടെ മറുപടി കേസിന്റെ മുന്നോട്ടു പോക്കലിലും ഉഭയകക്ഷി ബന്ധത്തിലും ഇത് നിർണായകമാകും. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നുവെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പറയുന്ന യുഎ കോൺസുലേറ്റിലെ മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈനി അൽ സാബിക്കും ചാർജ് ഡേ അഫേഴ്സ് റാഷിദ് ഗമീസിനും വേണ്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇരുവരും നേരത്തെ തന്നെ ഗൾഫിലേക്ക് മടങ്ങിയിരുന്നു. 1962 കസ്റ്റംസ് ആക്ട് സെക്ഷൻ 124 പ്രകാരം നമ്പർ 29/2021 നോട്ടീസ് വിദേശകാര്യ മന്ത്രാലയം യുഎ എംബസിക്ക് വെള്ളിയാഴ്ചയാണ് കൈമാറിയത്. അൽസാബിയുമായും റാഷിദ് ഗമീസുമായും ബന്ധപ്പെട്ട ശേഷം മറുപടി നൽകാനും ഇതോടൊപ്പം തന്നെ അഭ്യർത്ഥിച്ചിരിക്കുന്നു. കൂടാതെ നയതന്ത്ര പരിരക്ഷയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഗൗരവമേറിയ കേസിൽ ഇത്തരമൊരു നീക്കം ആദ്യമായാണ്. വിയന്ന കൺവെൻഷൻ പ്രകാരമുള്ള നയതന്ത്ര പരിരക്ഷാ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്തതായും ഔദ്യോഗിക ചുമതലകൾക്കപ്പുറം സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായതായുമുള്ള കസ്റ്റംസിന്റെ കണ്ടെത്തൽ യുഎക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ ഭീഷണി ഇല്ലാതിരുന്നിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടാതെ കോൺസുൽ ജനറലിന് സംസ്ഥാന സർക്കാർ എക്സ് കാറ്റഗറി സുരക്ഷ നൽകി. 2019 നവംബറിനും 2020 മാർച്ച് 4-നും ഇടയിൽ നടന്ന 18 നയതന്ത്ര കള്ളക്കടത്തുകൾക്ക് ഓരോന്നിനും $1000 വീതം അൽസാബിക്ക് പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വെളിപ്പെടുത്തൽ. സ്വന്തം പൗരന്മാരെ ഇന്ത്യയിലെ നിയമ നടപടിക്ക് വിട്ടുനൽകാൻ യുഎ തയ്യാറാകുമോ എന്നത് ഇനിയുള്ള കണ്ടെത്തലുകൾക്ക് നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.